നമസ്കാരം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ബുദ്ധിയുടെയും ശക്തിയുടെയും ഗ്രഹം തന്നെയാണ് ബുധൻ. എന്നാൽ ബുധനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബുധൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നും ബുധൻ അറിയപ്പെടുന്നതാകുന്നു. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഓഗസ്റ്റ് 16 ചിങ്ങം രാശിയിലേക്ക് എത്തുന്നുമുണ്ട്. ചിങ്ങം സൂര്യന്റെ സ്വന്തം രാശിയുമാണ്. അങ്ങനെ ഗ്രഹങ്ങളുടെ രാജാവും രാജകുമാരനും ചേർന്ന് ചിങ്ങത്തിൽ ബുധാദിത്യ രാജയോഗത്തിന് രൂപം നൽകുന്നതാണ്. അതിനാൽ തന്നെ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ചില രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ ചിങ്ങമാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ അഥവാ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാണ്. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള അവസരമാണ് വന്നു ചേരുക. ചിങ്ങത്തിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതുമാണ്. ഈ യോഗം നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതിനാൽ ഭാഗ്യത്തിന്റെ കടാക്ഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും എന്ന കാര്യം ഓർക്കുക. മുൻപത്തെ അപേക്ഷിച്ച് ഈ സമയം അല്പം വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രകടമാകാവുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ബുധാദിത്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ കൂടുതലായി തന്നെ അനുഭവിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. വിദ്യയിൽ ഉയർച്ച നേടുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ജോലിയുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട് യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അതേപോലെ തന്നെ നിങ്ങൾ മാറ്റി വച്ചിരിക്കുന്നതായ ജോലികൾ അത് ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ അംഗീകാരവും പ്രശസ്തിയും നിങ്ങളെ തേടി എത്തുന്നതുമാണ്. നിക്ഷേപങ്ങൾ നടത്തുവാൻ ഈ സമയം ഏറ്റവും അനുകൂലവുമാണ്. അതിനാൽ ഭാവി മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അതിൽ നിങ്ങൾ വിജയിക്കും എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുകൂലമാണ് സമയം എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണകരമായ മാറ്റങ്ങൾ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ അഥവാ ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതുമാണ്. ഇത്തരം കാര്യങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരാം. കൂടുതലായി മംഗള കാര്യങ്ങളിൽ പങ്കെടുക്കുക. ശുഭകരമായ വാർത്തകൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ ഉയർച്ച പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നു എന്ന് വരാം. എന്നാൽ ഈ സമയം ഇഷ്ടദേവതയെ നിങ്ങൾ ആരാധിക്കുകയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും സൂര്യഭഗവാനെ ആരാധിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. കാരണം ബുധാദിത്യ രാജയോഗത്തിന്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയും അഥവാ നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യത കൂടുതലുള്ള ഒരു രാശിക്കാരാണ് നിങ്ങൾ. ചിങ്ങം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം രൂപാന്തരം കൊള്ളുന്നത്. തന്മൂലം ചില കാര്യങ്ങൾ, ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിൽ പ്രധാനമായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആത്മധൈര്യം കൊണ്ടുവരുവാൻ സാധിക്കും, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാകുന്നു. കൂടാതെ കൂടുതൽ മികവോടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് അവരുടെ അധ്വാനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും അതിനുള്ള അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. ഏതൊരു കാര്യവും തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലി ഈ സമയം ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ ജോലികൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം അല്പം സന്തോഷകരമായി മാറുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. വന്നു ചേർന്നിരിക്കുന്നതായ രോഗദുരിതങ്ങൾ, കഷ്ടതകൾ ഉണ്ട്.
അത്തരത്തിൽ ചില മനപ്രയാസങ്ങളുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ, അത്തരത്തിലുള്ള ചില സാധ്യതകൾ വന്നു ചേരാം. കൂടാതെ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുക. വന്നു ചേരുന്നതായ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധാദിത്യ രാജയോഗം ഏറ്റവും ശുഭകരമായി ഭവിക്കുന്നതായ സമയമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ലാഭപ്രദമാകുന്ന സമയമാണ് ഇത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ സമയം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് വരുമാന വർധനവാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ പോലുമുണ്ട്. സാമ്പത്തികപരമായ ലാഭം, നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ ഡീലുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് പെട്ടെന്നുള്ള വളർച്ചയും സാമ്പത്തികപരമായ ലാഭവും ബിസിനസ്സിൽ നിന്നും വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം മുൻപത്തേക്കാൾ സാമ്പത്തികപരമായി അല്പം മെച്ചപ്പെടുന്നതായ സമയമാകുന്നു. ഓഹരി വിപണി, ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ കൊയ്യാം. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതിനാൽ വന്നു ചേരുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ആത്മവിശ്വാസം, ആത്മധൈര്യം വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ പല കാര്യങ്ങളും മുന്നിട്ടിറങ്ങുവാനും അതിൽ വിജയങ്ങൾ നേടുവാനും സാധ്യത കൂടുതലാകുന്നു. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങൾ പ്രതീക്ഷിച്ചതായ ധനം, ലോൺ, ചിട്ടി അല്ലെങ്കിൽ മറ്റ് വിധത്തിലുള്ള ധനം, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ അത് വാങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. രോഗദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം ഇഷ്ടദേവതയെ നിങ്ങൾ ഭജിക്കുക. ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനോടൊപ്പം ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതിനോടൊപ്പം സൂര്യദേവനെ കൂടി നിങ്ങൾ ആരാധിക്കുക. സൂര്യദേവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.